വയനാട് പുനരധിവാസത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വീട് നിർമ്മാണ പദ്ധതി അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ DYFI സർക്കാരിൻ്റെ തീരുമാനത്തിന് വിധേയമായും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും ഞങ്ങളുടെ സഹായം അന്ന് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് DYFI കൂടി ഈ വീട് നിർമ്മാണ ഈ പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. DYFI അന്ന് 2024 ജൂലൈ 31 ദുരന്തം നടന്നത് 2024 ജൂലൈ 30 അപ്പോൾ ഒരു ദിവസം കഴിയുന്ന ഘട്ടത്തിലാണ് DYFIയുടെ സംസ്ഥാന നേതൃത്വം ഇവിടെ സന്ദർശിച്ച് ഞങ്ങൾ 25 വീടെങ്കിലും നിർമ്മിച്ചു കൊടുക്കും, അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത്. ഞങ്ങളുടെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ആ 25 വീടിനെ മുൻനിർത്തി ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചപ്പോൾ DYFIയിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള കേരളത്തിലെ കക്ഷിരാഷ്ട്രീയതീതമായ ജനത 100 വീട് നിർമ്മിക്കാനാവശ്യമായ പണമാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. ഞങ്ങളന്ന് ഉദ്ദേശിച്ചത് സാധാരണ നിലയിൽ ഒരു വീട് നിർമ്മാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10-12 ലക്ഷം രൂപയാണ് നമ്മൾ ആ ഘട്ടത്തിൽ ആലോചിച്ചത്. അപ്പോൾ ആ തുകയാണെങ്കിൽ ഏതാണ്ട് 200ഓളം വീട് നിർമ്മിക്കാൻ ആവശ്യമായ തുക നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയാം. പക്ഷേ വയനാടാണ്, ഇനിയൊരു ദുരന്തത്തെ അതിജീവിക്കാൻ ആവശ്യമായ ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനത്തെയും ഉപയോഗപ്പെടുത്തി അതിൻ്റെ സുരക്ഷ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വീട് നിർമ്മാണമാണ് വേണ്ടത് എന്ന് സർക്കാർ തീരുമാനിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം അത് സ്വാഗതം ചെയ്തു. അതുകൊണ്ട് ഒരുപക്ഷെ 20 ലക്ഷത്തിൽ കൂടുതൽ തുകയുണ്ടായാൽ മാത്രമേ ഇങ്ങനൊരു വീട് നിർമ്മിക്കാൻ കഴിയൂ എന്ന് പറയുകയും 20 ലക്ഷം ഒരു സ്പോൺസർ തന്നാൽ അത് ഒരു വീടിൻ്റെ തുകയായി കണക്കാക്കുമെന്ന് സർക്കാർ ഓർഡർ ഇറക്കി. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 100 വീട് നിർമ്മിക്കാൻ ആവശ്യമായ 20 കോടി രൂപ സംസ്ഥാന സർക്കാരിന് DYFI കൈമാറിയത്. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചർച്ചകളും വിവാദങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി ചില ആളുകൾ ചോദിക്കുന്നത്, DYFI നിർമ്മിച്ച വീട് നിങ്ങൾക്ക് തൊട്ട് കാണിക്കാൻ പറ്റുമോ, ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെയുള്ള വെല്ലുവിളികൾ സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഈ കോൺഗ്രസ് ലീഗ് അണികളുടെ ചോദ്യം, അവർ എല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ്. അവർ ചോദിക്കുന്നത് 20 കോടി കൈമാറിയതിന് വല്ല തെളിവുമുണ്ടോ? എല്ലാത്തിനും തെളിവുകളുണ്ട്. ഞങ്ങളന്ന് പറഞ്ഞത് 20 വീട് അല്ലെങ്കിൽ 100 വീട് നിർമ്മിച്ചിട്ട് ആ വീടിൻ്റെ ചുമരിൽ DYFIയുടെ പേര് എഴുതി വെക്കും എന്നല്ല, അല്ലെങ്കിൽ DYFI പ്രത്യേക സ്ഥലം ഏറ്റെടുത്ത് അവിടെ വീട് നിർമ്മിച്ച് DYFIയുടെ ഒരു ഗ്രാമം ഉണ്ടാക്കും എന്നല്ല. സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും എന്നാ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അത് ഇവരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന വിധത്തിലാവരുത് എന്നതുകൊണ്ടാണ്. ഈ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന ജനതയ്ക്ക് ഇത് അവരുടെ അവകാശമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യേണ്ടത്, ഇല്ലാതെ ആരുടെയെങ്കിലും ഔദാര്യമായിട്ടല്ല. അതുകൊണ്ട് അവരുടെ അവകാശം എന്ന നിലയിൽ ഉറപ്പുവരുത്താൻ വേണ്ടി കൂടിയാണ് DYFIയുടെ പണം പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് DYFI നിർമ്മിച്ച വീട് എവിടെ, നിങ്ങളത് തൊട്ട് കാണിക്കൂ എന്ന് പറയുമ്പോൾ അങ്ങനെ തൊട്ട് കാണിക്കാൻ ഞങ്ങളില്ല എന്നാണ് വിനയത്തോടു കൂടി അവരോട് പറയാനുള്ളത്. അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങൾക്ക് മറ്റു വല്ല തെളിവുകളും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം DYFI കൊടുത്ത 20 കോടിയുടെ റെസീറ്റാണ് ഇവിടെയുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ കൂടി ഈ റെസീറ്റ് അയച്ചു തരാം. 20 കോടി സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ സംവിധാനത്തിന് 20 കോടി കൈമാറിയതിൻ്റെ രേഖയാണ് ഞാനിവിടെ കാണിക്കുന്നത്. മറ്റൊന്നുള്ളത്, സംസ്ഥാന സർക്കാരുമായി ഞങ്ങളുണ്ടാക്കിയിട്ടുള്ള കരാറാണ്. സംസ്ഥാന സർക്കാർ ഈ പദ്ധതി ചുമതലപ്പെടുത്തിയത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും DYFIയുടെയും പ്രതിനിധികൾ
ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു കരാറിൻ്റെ കോപ്പിയാണിത്. ഇതെല്ലാം സുതാര്യമാണ്. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി DYFI പണം കൊടുത്തിട്ടില്ല, DYFI നിർമ്മിച്ച വീട് എവിടെ എന്നെല്ലാം ചോദിക്കുന്ന ആളുകൾ, നിങ്ങളൊരു വിവരാവകാശം കൊടുത്ത് നിങ്ങളുടെ അണികൾക്കാവശ്യമായിട്ടുള്ള രേഖകൾ സംഘടിപ്പിച്ച് കൊടുക്കൂ എന്നാണ് ഞങ്ങൾക്ക് അവരോട് വിനയത്തോടെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇതൊന്നും ഒരു രാഷ്ട്രീയ അന്തസ്സിന് ചേർന്നിട്ടുള്ള പ്രതികരണമല്ല ഇവർ നടത്തുന്നത്.